ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല മധുരമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കാഷ്നട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കാഷ്നട്ട് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാഷ്നട്ട് കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആകും പലഹാരം. കാഷ്നട്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്നട്ടും കിസ്മിസും ഒന്ന് വഴന്നു വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴത്തിൻ്റെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഴം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി കാഷ്നട്ടും കിസ്മിസും കയ്യിലില്ലാത്തവർക്ക് ഡയറക്റ്റ് പഴം നെയ്യിലോട്ട് ചേർത്ത് വഴറ്റി മൂപ്പിച്ചെടുത്താൽ മതിയാകും. പഴത്തിൻ്റെ കളർ ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നെയ്യ് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഓയിലിലും വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പഴം നല്ല പോലെ ഒന്ന് വഴന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാനതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത പഴത്തിലോട്ട് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുത്താലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി കയ്യിൽ അത്രയും തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴും ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലഹാരത്തിൽ പഴം ഒന്ന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും. ആ ഒരു പരുവത്തിലാണ് ഉടച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ശർക്കര കുറച്ച് വെള്ളത്തിൽ പാനിയാക്കിയിട്ട് അതും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പഞ്ചസാരയെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചസാര ചേർത്ത് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നിടം വരെ ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് അതൊന്ന് നനവുള്ളതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയ നനവോട് കൂടി വേണം നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ അത് പാനിയിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിൽ നനവുള്ള ഒരു മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. പഞ്ചസാര ചെറു ചൂടിൽ ഇതുപോലൊന്ന് അലിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ആ പാനിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ അതേ പാനിലോട്ട് തന്നെ ഒരു 3/4 കപ്പ് വെള്ളവും 3/4 കപ്പ് പാലുമാണ് ചേർത്ത് കൊടുത്തത്. മൊത്തം 1.5 കപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 1.5 കപ്പ് വെള്ളമായിട്ടോ 1.5 കപ്പ് പാൽ തന്നെയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം വറുക്കാത്ത റവയും ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നല്ല പോലെ തിളച്ചൊന്ന് വെന്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല പോലെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതാ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ പാലും വെള്ളവും എല്ലാം ഒന്ന് വറ്റി വരുന്നുണ്ട്. കണ്ടോ, റവയും നല്ല പോലെ തിളച്ച് നല്ല പോലെ വെന്ത് ഈ ഒരു പരുവത്തിൽ വറ്റി വരണം. ഈ ഒരു നനവോട് കൂടിയായിരിക്കണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ ഒരു ചെറിയ നനവുള്ളപ്പോൾ തന്നെ വേണം നമ്മൾ പഴത്തിൻ്റെ കൂട്ടുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പഴവും റവയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ റവ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഈ റവയും പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നിങ്ങൾക്കിത് റവ പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. റവ നല്ല പോലെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നല്ല പോലെ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഈ ഒരു നനവോട് കൂടി വേണം റെഡിയാക്കി എടുക്കാനായിട്ട്.
ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ സമയം മാറ്റി വെക്കാം. അടച്ച് തന്നെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇപ്പം ഞാൻ ഒരു അരമണിക്കൂർ സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പെട്ടെന്ന് തണുത്ത് വരും. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഒരു അരമണിക്കൂർ എടുത്തു ഒന്ന് തണുത്ത് വരാനായിട്ട്. ഇനി ഇതാ തണുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടുകയൊന്നുമില്ല. ഇനി കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട് ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാൻ എളുപ്പത്തിന് ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഞാൻ ഓരോ ബോൾസും ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കാനും പറ്റും. നല്ല ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കയ്യിലിട്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ച് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ മുഴുവൻ ബോൾസ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് പാനിലോട്ട് ഒഴിച്ച് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഒട്ടും എണ്ണ അങ്ങ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുകയോ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ പാനൊന്ന് അനക്കി കൊടുക്കുമ്പോൾ ബോൾസ് എല്ലാം ഉരുണ്ടുരുണ്ട എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഇനി ഇതങ്ങനെ ഉരുളുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും വെച്ചോ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പം നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചു ഇതെടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി അങ്ങനെ വേവിക്കുന്നില്ല എങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ റവയും പഴവും എല്ലാം നല്ലപോലെ വേവിച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. ബോൾസാക്കി ഉരുട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്